കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ഭക്തനായ ദാവീദ് 20-ാം സങ്കീർത്തനം പാടുമ്പോൾ പരാമർശിക്കുന്നത് പഴയ നിയമ ഭക്തനായ യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബിൻ, ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. രാത്രിയുടെ നിശബ്ദതയിൽ, ആരും സഹായത്തിനില്ലാതെ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ, ഭയം ബാധിച്ച് സ്വസ്ഥതയില്ലാതെ മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് കരുതി ആകുലപ്പെട്ട് കല്ല് തലേണയായി വെച്ച് തളർന്നു ഉറങ്ങിയ യാക്കോബിന് വാഗ്ദത്വമായി ഇറങ്ങി വന്ന് ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോയി തൻ്റെ പേരുവരെ മാറ്റിയത് യാഹെന്ന നാമമായിരുന്നു. സന്തോഷത്തിനായി കാത്തിരുന്ന കുടുംബത്തിന് വിഷമം വിതച്ചുകൊണ്ട് ഒരു കുഞ്ഞ് മുടന്തനായി പിറന്നു. കുടുംബത്തിന് അത്താണിയാകേണ്ടവൻ എല്ലാവർക്കും ഭാരമായി, നിന്ദിതനായി, ദേവാലയത്തിൽ പോലും കയറുവാൻ കഴിയാതെ പ്രതീക്ഷയറ്റ് വെറും നാണയത്തൊട്ടുകൾ കൊണ്ട് തൃപ്തിയടഞ്ഞ് നിരാശയുടെ ഭാരവുമായി 40 വർഷക്കാലം കഴിഞ്ഞ മുടന്തനെ രക്ഷിച്ചത് യേശുവിന്റെ നാമമായിരുന്നു. വിടുതൽ ലഭിച്ച മുടന്തനെ മുൻനിർത്തിക്കൊണ്ട് പ്രമാണിമാർ ശിഷ്യന്മാരോട് നീരസപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പ്രിയരെ, പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നുന്നുവെങ്കിൽ പുതിയ ദിനത്തിൽ നിനക്കൊരു സദ്വാർത്തയുണ്ട്. നിന്നെ വിടുവിക്കുന്ന ഒരു നാമം നിനക്കുണ്ട്. നിനക്ക് ഉയർച്ച തരുന്ന, സൗഖ്യം തരുന്ന, സമാധാനം തരുന്ന, നിന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന, നിന്റെ ഭയത്തെ മാറ്റി നിനക്ക് മാന്യത നൽകുന്ന ഒരു നാമം നിനക്കുണ്ട്. നസ്രയനായ യേശുവിന്റെ നാമം. എല്ലാറ്റിനുപരിയായി നിന്റെ പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കുവാൻ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിനക്കായി ജീവിക്കുന്ന നസ്രയനായ യേശുവിന്റെ നാമം. ആ നാമം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ തോമസ് മാത്യു.